ഹായ് ഫ്രണ്ട്സ്, Infoshare പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അധികം ചിലവില്ലാത്ത രീതിയിൽ ഒരു ആമ്പൽ പോട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വയ്ക്കുക. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. 5 ചെറിയ ചെടിച്ചട്ടി മോൾഡ് പോലെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഈ ചട്ടിയിൽ നിന്നൊക്കെ സിമെൻറ്റ് പെട്ടെന്ന് റിലീസ് ചെയ്ത് കിട്ടുന്നതിന് നമ്മൾ ന്യൂസ് പേപ്പർ വെള്ളത്തിൽ മുക്കി അതുമ്മേ ഒട്ടിച്ചു കൊടുത്തിരിക്കുക. സിമെൻറ്റ് നമ്മളിപ്പോൾ ഗ്രൗട്ടായിട്ട് കലക്കിയെടുക്കുക. അതിലേക്ക് നമ്മുടെ നെറ്റ്, നമ്മൾ വേലി കെട്ടാനോ അല്ലെങ്കിൽ വീട് വയ്ക്കുമ്പോൾ മറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന നെറ്റ് ഉണ്ടല്ലോ, അത് തന്നെ നമ്മൾ സിമെൻറ്റിൽ മുക്കി ഇതിലേക്ക് അങ്ങോട്ട് പതിപ്പിച്ചു കൊടുക്കുക. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കും കൂടി കുറച്ച് സിമെൻറ്റ് ഗ്രൗട്ട് ഇറങ്ങി കിട്ടാൻ വേണ്ടി നമ്മളത് ബ്രഷ് മുക്കി രണ്ടാമതൊന്ന് അടിച്ചു കൊടുക്കണം. അതൊന്ന് സ്ട്രോങ് ആവാനും കൂടിയാണ് ചെയ്യുന്നത്. ഒരു ദിവസത്തെ നമ്മൾ സെറ്റാവാൻ സമയം കൊടുത്തതിന് ശേഷം നമുക്കത് റിലീസ് ചെയ്തെടുക്കാം. നമ്മൾ കടലാസ് അതിൻ്റെ മേലെ ഒട്ടിച്ച് കൊടുത്തിരുന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഒട്ടിയിരിക്കുന്ന കടലാസ് മുഴുവനായി നീക്കം ചെയ്യണം കേട്ടോ. ഗ്രൗട്ട് അതുപോലെ തന്നെ കലക്കി അതിൻ്റെ ഉള്ളിലും ഒരു കോട്ട് നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അത് സ്ട്രോങ് ആയി കിട്ടാനും. വെള്ളം നമുക്ക് ഉള്ളിൽ തന്നെ നിർത്തേണ്ടതാണല്ലോ, കുളമായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നതല്ലോ. ചെറിയൊരു ഹോൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ അടഞ്ഞു കിട്ടും. അതൊന്ന് ഒരു ദിവസം ഉണങ്ങിയതിന് ശേഷം, ഒരു ദിവസം സിമെൻറ്റ് സെറ്റായതിനു ശേഷം നമുക്ക് മറിച്ച് വെച്ച് അതിനൊന്ന് ഇത്തിരി ഹാർഡാക്കി എടുക്കേണ്ടതുണ്ട്. അതിന് കുറച്ച് 3:1 നിലയിൽ പരിക്കൻ മിക്സ് ചെയ്ത് നമുക്ക് ഇതുമേ തേച്ച് കൊടുക്കാം. അധികം കട്ടിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല, ചെറിയ കട്ടിയിൽ മതി. നമുക്കിത് ഇപ്പോൾ ഈ ഷീറ്റ് വച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ബലമുണ്ട്. ഇപ്പോൾ ഈ പരിക്കൻ ഇങ്ങനെ തേക്കാതെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷീറ്റ് 2-3 തവണ അതിന് മീതെ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. അതിന് മീതെ ഗ്രൗട്ട് അടിച്ചിട്ട് ഗ്രൗട്ടിൻ്റെ മീതെ ഇതുപോലെ തന്നെ ഷീറ്റ് വയ്ക്കുക. അതിന് മീതെ പിന്നീട് ഒന്നും കൂടി സിമെൻറ്റ് ഗ്രൗട്ട് അടിച്ചു കൊടുക്കുക. അങ്ങനെ 3-4 പ്രാവശ്യം ചെയ്താലും നല്ല സ്ട്രോങ് ആവും, ഭാരം തീരെ ഉണ്ടാവില്ല. പിന്നെ മിനുസപ്പെടുത്തി കഴിഞ്ഞിട്ട് അതൊരു ദിവസം ഒന്ന് ഉണങ്ങിയതിന് ശേഷം, സിമെൻറ്റ് സെറ്റായതിന് ശേഷം നമുക്ക് മറിച്ച് വെച്ച് ഉൾഭാഗം ലെവൽ ചെയ്തെടുക്കാം. ഒരു ഭംഗിക്കും പിന്നെ സൈഡിൽ ഒരു ബലത്തിനും വേണ്ടി നമുക്കൊരു ബീഡിങ് പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അത് കാണാനൊരു ഭംഗിയുണ്ടാവും, പിന്നെ മോൾ ഭാഗം നല്ലൊരു സ്ട്രോങ് ആയി കിട്ടുകയും ചെയ്യും. ബീഡിങ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മിനുസപ്പെടുത്തി കൊടുക്കാം. ഒന്ന് ഉണങ്ങി വന്നതിന് ശേഷം മാത്രം തിരിച്ചു വച്ചിട്ട് ഉൾഭാഗം സെറ്റ് ചെയ്താൽ മതി. ഉൾഭാഗം നമുക്ക് ലെവൽ ചെയ്യേണ്ടതുണ്ട്.
ചെറിയ രീതിയിൽ ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ബ്രഷ് മുക്കി വെള്ളം മുക്കി നമുക്ക് ലെവൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അത്ര പെർഫെക്റ്റാക്കി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ദിവസം സെറ്റാവാൻ സമയം കൊടുക്കുക. അതിനുശേഷം നമുക്കതിൽ വെള്ളം ഒഴിച്ച് നിർത്തേണ്ടതുണ്ട്. വെള്ളം ഇതുപോലെ ഫുള്ളായിട്ട് ഒഴിച്ച് നിർത്തുന്നതുകൊണ്ട് നമുക്ക് സിമെൻറ്റ് ഇത് നല്ല രീതിയിൽ സെറ്റായി കിട്ടുന്നതിനും പിന്നെ അതിലുള്ള സിമെൻറ്റിൻ്റെ മറ്റേ കെമിക്കൽസും മാറി കിട്ടുന്നതിനും സഹായിക്കും. വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യം വൈറ്റ് സിമെൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. വൈറ്റ് സിമെൻറ്റ് ഉണങ്ങിയതിന് ശേഷം ഞാനൊരു ചേഞ്ചിന് വേണ്ടി ഒരു നീല കളർ അടിച്ചു കൊടുക്കുന്നത്. നീല കളർ 2 പ്രാവശ്യം കോട്ട് ചെയ്യുന്നതാണ് നല്ലത്. ബോർഡർ നമുക്ക് ഈ ഒരു പിങ്ക് കളർ കൊടുക്കാം, റോസ് കളറ്. വൈറ്റ് പെയിൻറ്റിൽ അക്രിലിക് പെയിൻറ്റ് മിക്സ് ചെയ്താണ് ഞാൻ ഈ കളറ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി വേറെ കളർ പെയിൻറ്റ് മേടിച്ചിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ ആമ്പൽ കുളം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആദ്യം സിമെൻറ്റ് വെച്ച് ഇത് ചെയ്തപ്പോൾ വെള്ളം ഒഴിച്ചിട്ട പോലെ തന്നെ ഇതും 2 ദിവസം വെള്ളം ഒഴിച്ച് നിർത്തുന്നത് നല്ലതാണ്. ഇതിലും എന്തെങ്കിലും കെമിക്കൽ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടുമല്ലോ. ഇനി നമുക്ക് ഈ പോട്ടിലേക്ക് വെള്ളം ഒഴിച്ച് ആമ്പൽ ചെടിയോ താമരയോ വാട്ടർ ലില്ലിയോ എന്ത് നമുക്ക് നടാം. ഞാനിതിൽ പുറത്തായിട്ട് മീനിട്ട് കൊടുത്തിട്ടുണ്ട്. ഗപ്പിയെ പോലുള്ള ചെറിയ മീൻ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊതുക് പെരുകാതെ സൂക്ഷിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.